അപ്പൊ എടാ പിടി പിടി പിടി. എടാ എനിക്ക് തിന്നാൻ എന്തെങ്കിലും മേടിച്ചോ. എന്തോ പറയാൻ വന്ന് മറന്നുപോയി. ഒരാള് കിടന്ന് ഉറങ്ങുക. അപ്പൊ ഇതേ അവൻ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അതായത് നല്ല കാര്യമായിപ്പോയി. പിന്നെ ഞങ്ങളുടെ ബാഗിന്റെ ബാക്കിൽ പായ കണ്ടില്ലേ, പായ ഞങ്ങൾ തുമ്മോളെ എവിടെയെങ്കിലും കിടത്താനൊക്കെ പായ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ ടക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് നടന്ന് നേരെ റോട്ടിലേക്ക് പോവാം. നമ്മളവനെ ആക്കാൻ വന്നിട്ടുണ്ട്. കുട്ടികൾ ആ മരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം പറിച്ചിട്ടുണ്ട്. ഇത് കേട്ടോ, എൻ്റെ പേര് ബെയർ എന്നെന്തോ ആണ്. ബെയർ കഴിക്കുമ്പോൾ നല്ലൊരു ഒരു ആപ്പിളിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആ പൂപ്പ വഴക്ക് പറഞ്ഞു, പിള്ളേരെല്ലാം കൂടി അത് പറിച്ചപ്പം അങ്ങേര് വഴക്ക് പറഞ്ഞു. നമ്മൾ പോകുന്ന വഴി ഇവര് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ കുറെ വിളിച്ചു കേട്ടോ. ഞങ്ങൾ ആദ്യം ഓർത്ത് ഞങ്ങളെല്ലാം വിളിച്ചെന്ന്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ചേട്ടന്മാര് ഞങ്ങൾക്ക് എന്തോ ഒരു ഹെൽത്ത് ഡ്രിങ്ക് തന്നത്, നമുക്കുള്ള അരിയൊക്കെ മേടിച്ച് തരുന്നുണ്ട്. ലേസ് തന്നു, 2 മാഗി ഒക്കെ തന്നിട്ടുണ്ട്. കുറെ സ്നേഹം നോക്കിയാ നമ്മളെ കാറെ കൊണ്ടാക്കാന്നാട്ടോ പറഞ്ഞ. അവര് നമുക്ക് ലിഫ്റ്റ് തരിക. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ നിക്കുന്നത് ഹരിയാന ഉത്തർപ്രദേശ് ബോർഡർ, തൊട്ടപ്പുറേ ബോർഡർ ആണ്. അതിന്റെ തൊട്ട് ഇങ്ങോട്ട് മാറിയിട്ട് നമ്മള് ഇവിടെ ഒരു കട ചായ കുടിക്കാൻ കയറിയിട്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ട്രാവലിംഗ് ചെയ്യുവാണ്, അതുപോലെ ക്യാമ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് ഇടം തരാമെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അതിന്റെ ഉള്ളില് ക്യാമ്പ് ചെയ്തോളാൻ പറഞ്ഞ്. ഞങ്ങൾ പുറത്ത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ വണ്ടിയൊക്കെ ചിലപ്പോൾ രാത്രി വന്നിടും. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് യാത്ര ചെയ്യുന്നില്ല, കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് അതിന്റെ ഉള്ളൊന്ന് കാണിച്ചു നോക്കാം. ഇതൊരു കടയാട്ടോ, ചായക്കടയാണ്. നമ്മൾ അതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സ്പേസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് അവിടെ ചെണ്ടടിക്കാം. അതുപോലെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പം കുക്ക് ചെയ്യാം, നോക്കാം. ഓക്കെ, നമ്മൾ ചെണ്ട അടിച്ചു കേട്ടോ. നമുക്ക് ചെണ്ട അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലാണ് ആദ്യം അടിച്ചത്. പക്ഷെ അവിടെ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട്, ടെന്റിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഭയങ്കര ചൂടാണ് അനുഭവപ്പെടുന്നത്, കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ പുറത്തടിച്ചോളാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിപ്പോ ടെന്റ് അടിച്ച്. ഇനിയിപ്പോ ഇവിടെ ഓവർ തണുപ്പാവുകയാണ്, നമുക്ക് അങ്ങോട്ട് വേണേൽ കയറാം കേട്ടോ. ഇപ്പൊ അതിനകത്ത് ഉള്ളിൽ ഇരുന്നിട്ട് ഒരു ഭയങ്കരമായിട്ടും ചൂടെടുക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ കുക്കിംഗ് ചെയ്യാൻ പോവാം. ചോറ് ഇന്നത്തെ ഡിഷ് എന്താ? ചോറ്. ഓക്കെ, ഒരാളിനകത്ത് ഇന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഉറക്കെല്ലാം കഴിഞ്ഞ് എണീറ്റ് കേട്ടോ. അപ്പം തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആ കടയിലെ ചേച്ചി നമുക്ക് കുറച്ച് ചൂടുവെള്ളം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുഞ്ഞാനൊന്ന് കുളിപ്പിച്ച് കയറ്റായിരുന്നു. അങ്ങനെ ഒരാളിത് ഇവിടെ വെള്ളം എടുക്കുന്നുണ്ടേ, നമുക്ക് കാണാം. ഹായ്, ഗുഡ് ഈവനിങ്. നമ്മളിപ്പം സഹരൻപൂരിലേക്ക് പോവുകയാണ്. യമുന നഗറിൽ നിന്ന് നമ്മൾ സഹരൻപൂർക്ക് പോകാനുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. അവിടുന്ന് നേരെ വാരണാസിക്ക് പോകാനുള്ള പ്ലാനാണ് നമ്മൾ. അപ്പോൾ പുറകിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അത്ര വലിയ വയറൊന്നും ആയിട്ടില്ല. അപ്പം നമുക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പം അവിടെ എത്തും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വാരണാസിക്ക് ട്രെയിൻ കയറാം. എനിക്ക് തിന്നാൻ എന്തെങ്കിലും മേടിച്ചു തരാമോ? ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂറിന് ശേഷം വണ്ടി എടുക്കും. നമുക്ക് വേണമെങ്കിൽ മണാലിക്ക് പോകാം. ഇവിടുന്ന് 4 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല, ഭയങ്കര തണുപ്പാണ്, കുഞ്ഞാവനായിട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് കേട്ടോ വാരണാസിയിലോട്ട് പോകാന്ന് വെച്ചത്. പിന്നെ ഞാനും വാരണാസി കണ്ടിട്ടില്ല, ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഫുഡ് കഴിക്കാം. ഓക്കെ അല്ലേ? എനിക്കൊരു വടയോ പായ എന്തെങ്കിലും മേടിച്ചു തരാം. ഇവിടെ എന്താ ഉണ്ടാക്കി വെച്ചായിരുന്നു? ഇതെന്തുവാ? എനിക്ക് യാത്രയിൽ നിന്നും കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പം പലതും കാണും, ഒന്നും മേടിച്ച് തിന്നരുത്, പൈസ പോകും. ചിലതൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. സോ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ? കുഴപ്പമില്ല, തിന്നാം.
നമ്മളിപ്പം സഹരൻപൂരിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ സിറ്റിയിൽ ഇപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ ഇതിനെടുക്കണ്ടല്ലോ. നമ്മളിപ്പം വാരണാസി പോയില്ല കേട്ടോ. കാരണം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്താണ്. പക്ഷേ ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ കുഞ്ഞാവായിട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പം അവിടെ നേരെ ഹരിദ്വാറിന് ടിക്കറ്റ് എടുത്തിട്ട് ഹരിദ്വാറിന് പോകുന്നതിനൊക്കെയാണ്. ഇപ്പം അവിടെയാണ്. അപ്പം നമ്മൾ പെട്ടെന്നൊരു റൂം എടുത്ത് വെളുപ്പിനെ വന്നതുകൊണ്ട് ആകെ ക്ഷീണവും ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് ടെൻ്റ് അടിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് റൂം എടുത്ത് ഇപ്പം റൂമിലാണ്. അപ്പം നമ്മളിത് ഇപ്പി ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കാം. പിന്നെ കുക്ക് ചെയ്യാൻ നമ്മൾ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒരു പാത്രം, ചെറിയൊരു ഗ്യാസ് സ്റ്റവ് എല്ലാം ഉണ്ട്, സെറ്റാണ്. ഇത് വേഗം ആകും. അപ്പം നമുക്ക് കഴിക്കാം. കിടന്ന് ഉറങ്ങുവാണ്. ഉറങ്ങുന്ന സ്റ്റൈലൊന്നും നോക്കി പോകുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ചുമ്മാ ഹരിദ്വാർ സിറ്റി ഒന്ന് ചുറ്റാമ്പാ. ഇതുണ്ട്, ഇവിടെ മൊത്തം എന്താ നോക്കിയേ, നമ്മളുടെ ആദിയോഗി ഇരിപ്പുണ്ട്, ശിവലിംഗം എല്ലാം ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇത് മറ്റു സാധന തൊട്ട അവരിടിക്കോ. വാ, നാല് കൈ അടിച്ചു. എന്നിട്ട് ആ മറ്റേ കൈ ഇങ്ങനെ വന്ന് തീർത്ത് ഇങ്ങനെ കളിക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണം. എന്തിപ്പോ കഴിക്കാം? വാഴപ്പഴം, ഓറഞ്ച്. ഇതെന്നാന്നറിയോ? എനിക്കും അറിയത്തില്ല. അത് മറ്റേ വാൾനട്ട് ആണോ? വാൾനട്ട്. ആ, വാൾനട്ട് വാൾനട്ട് വാൾനട്ട്. നമുക്ക് ഇതിന്മേൽ നോക്കിയിരിക്കുന്നതാ. കൊതി വിടുന്നു, കൊതി വിടുന്നു. വെറൈറ്റി ചെരുപ്പ്. വെള്ളം ഉണ്ടോ? സാധനം കാണിച്ചേ. അന്ന് മനസ്സിലായില്ലേ? എന്താ അത്? ശീല. ഇതൊരു സൈക്കിൾ റിക്ഷയാട്ടോ. അപ്പൊ അതിലിങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഓടിക്കുന്ന ആളെ കണ്ടോ? നല്ല പ്രായമുള്ള ഒരു അപ്പച്ചനാണ്. ആൾക്ക് വയ്യെന്ന് തോന്നുന്നു. കണ്ടിട്ട് പാവം തോന്നുന്നു. പക്ഷെ പാവം തോന്നിട്ടൊന്നും കാര്യമില്ല. ആളുടെ ജീവിതമാർഗം അതാണ്. ആളങ്ങനെ ജീവിക്കുന്നു. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യത്തള്ളാൻ. അയ്യോ എടാ, അപ്പോ എടാ, പിടി പിടി പിടി. ദൈവമേ, അപ്പച്ചാ. ഇപ്പൊ ഒരാൾ ചാടിയ കണ്ടോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ചാടിയ കണ്ടോ? ആ, ദൈവമേ, നീ എന്നാ ചെയ്യണേ നോക്കാതെ. അതേ കേറി പോണ് ആള്. ഇതിന് മുന്നേ ചാടിയിട്ട് ഇത് ആ ചെങ്ങല പോലെ കിടക്കണ കണ്ടില്ലേ? അതിനകത്ത് പിടിച്ചിട്ട് 3 പ്രാവശ്യം ഗംഗയിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങുക ചെയ്തേ. സ്നാനം ചെയ്യുന്ന പോലെയൊക്കെ. ഭ്രാന്തല്ലേ ചേട്ടാ. കുഞ്ഞാവയ്ക്ക് ഞാൻ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പച്ച. നമ്മളിപ്പം പൂരിയും ഒരു മസാലക്കറിയും കഴിക്കുവാണ്. 4 പൂരി 80 രൂപ. കുഴപ്പമില്ല കേട്ടോ, വർത്ത. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കറി എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ ഒരു ചായയും. ക്ലാസ് ഉണ്ടോ നമുക്ക്? ഇത് മറ്റേ കളിമണ്ണിലുണ്ടാക്കിയ ക്ലാസ് കേട്ടോ.